നമസ്കാരം. സംസ്ഥാന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പോളിംഗ് അവസാനിക്കുമ്പോൾ ഇതിലേറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ ചുക്കാൻ ആര് പിടിക്കും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്നത് BJPയുടെ ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഒരുപക്ഷെ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് പലരും പ്രവചിച്ചിരുന്നുവെങ്കിൽ പോലും അവർക്കതിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇക്കുറി ഇതിനൊരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നതോടുകൂടി അദ്ദേഹം നടപ്പിലാക്കിയ വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോയ പദ്ധതികളൊന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്. ഇതിനായി വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം ഇവിടുത്തെ പ്രധാന ശക്തികൾ BJPയും CPIയുമാണ്. കോൺഗ്രസ് പതിവ് പോലെ പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. ശബരിനാഥനെ പോലെയുള്ള മുതിർന്ന മുൻ MLA സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും അതുപോലെ സ്ഥാനാർത്ഥിയാൻ കഴിയാത്തവരുടെ പാരവെപ്പുകളും എല്ലാം തന്നെ വലിയ തോതിൽ ഇത്തവണയും കോൺഗ്രസിനെ മോശമായി ബാധിക്കും എന്ന് തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെയാണ് BJPയുടെ സാധ്യതകൾ നമ്മൾ അളക്കേണ്ടത്. CPIനെ സംബന്ധിച്ചിടത്തോളം എത്രയോ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ അവരാണ് ഭരിക്കുന്നത്. ഇന്ന് മന്ത്രിയായിരിക്കുന്ന V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നേരത്തെ മേയറായിരുന്നിട്ടുണ്ട്. കൂടാതെ MP പത്മനാഭൻ എന്ന വളരെ പ്രഗത്ഭനായ CPI നേതാവ് എത്രയോ തവണ തിരുവനന്തപുരം മേയറായിട്ടുണ്ട്. തുടങ്ങി ഒരുപാട് നേതാക്കളുടെ നീണ്ട നിര തന്നെ തിരുവനന്തപുരം മേയറായിരുന്ന CPI നേതാക്കൾക്കുണ്ട്. ജയൻ ബാബു ഉണ്ട്. പക്ഷേ ഇപ്പോൾ CPMൻ്റെ നില പരുങ്ങലിലാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് അതൊരു പ്രീപോൾ സർവേ ആയിരുന്നു. ഇത് പുറത്തുവിട്ടതിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായിരുന്നു. മുൻ DGP കൂടിയായ R. ശ്രീലേഖ, അവർ തിരുവനന്തപുരം ശാസ്ത്രമല സ്ഥാനാർത്ഥി കൂടിയാണ്. അവർ ഈ സർവേ പുറത്ത് വിട്ടുവെങ്കിൽ പിന്നീട് പിൻവലിക്കുകയായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പ്രീപോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇതനുസരിച്ച് പോലും 60-ലധികം സീറ്റ് BJP പിടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും BJPക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ ഇവിടെ കഴിയും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ജനസംഖ്യയിൽ വലിയ ശതമാനം വരുന്ന ഹൈന്ദവർക്കിടയിലൊക്കെ തന്നെ ഈ സർക്കാരിനെതിരായ ശക്തമായൊരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിൽ ഒരു കൊള്ള നടത്തി എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ആ വോട്ടുകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളുടെ നീണ്ട പരമ്പരയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രനെ ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും പുറത്തിറക്കാനാവാത്ത അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്തെ നഗരസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേദികളിൽ ഒരിടത്തും കാണാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നിരന്തരം ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഈ ആര്യ രാജേന്ദ്രനെ കൂടെ പുറത്തിറക്കിയാൽ ഉള്ള വോട്ടും കൂടി പോകുമെന്ന് ഭയന്ന് തന്നെയാണ് CPM അവരെ പുറത്തിറക്കാതിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേയറും അവരുടെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ തന്നെ CPMന് വലിയ തോതിൽ തിരിച്ചടിയായെന്ന് സംസ്ഥാന നേതൃത്വം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കും അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് പോലും മാറ്റി നിർത്തിയത്. കൂടാതെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന നേതാക്കൾ പലരും ഇപ്പോഴും പാരവെപ്പ് ഭീഷണി നേരിടുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ മേയറാവാൻ സാധ്യതയുള്ള എല്ലാവരും പരാജയപ്പെട്ട ഒരു സന്ദർഭം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ആര്യ രാജേന്ദ്രൻ മേയറാവാനുള്ള നറുക്ക് വീണത്. അതിന് മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ മേയർ സ്ഥാനാർത്ഥികളെ നിരന്തരം തോറ്റുപോവുക എന്നുള്ള ഒരു അവസ്ഥ CPMന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് VK പ്രശാന്ത് മേയറായി മാറിയതെന്നുള്ള കഥയും നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിൽ അവിടെ സ്ഥാനാർത്ഥിയായ വഞ്ചിയൂർ ബാബു എന്ന CPMൻ്റെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നേതാവ് ഒരുപക്ഷെ ഭരണം കിട്ടിയാൽ മേയറാവാൻ സാധ്യതയുള്ള ഒരാൾ പോലും കഴിഞ്ഞ ദിവസം അവിടെ പരിങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വ്യാപകതയിലൂടെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തടയാനെത്തിയത് BJP പ്രവർത്തകർ മാത്രമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം BJP തിരുവനന്തപുരത്തെ ഓരോ വാർഡും സൂക്ഷ്മതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഇന്നലെ വഞ്ചൂരിൽ നടന്ന ആ ഒരു സംഘർഷമൊക്കെ തന്നെ. CPM ആകെ പരിങ്ങില്ലായ അവസ്ഥയിലാണ്. തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ പേട്ട വാർഡിലൊക്കെ തന്നെ കടുത്ത മത്സരമാണ് നടന്നത്. അവിടെയും CPM രംഗത്തിറക്കിയ അവരുടെ പ്രമുഖനായ നേതാവ് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ BJPയുടെ ഏറ്റവും മുതിർന്ന കൗൺസിലറായിരുന്ന P. അശോക് കുമാർ, അതേപോലെ ശിഷ്യസമ്പത്തൊക്കെ ഉള്ള ഒരു മുൻ അധ്യാപകൻ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരാൾ BJP സ്ഥാനാർത്ഥിയായി അവിടെ രംഗത്തിറങ്ങുമ്പോൾ CPMന് ശരിക്കും അതും വലിയൊരു തിരിച്ചടിയെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം തന്നെ BJPക്ക് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭാവിയിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാക്കളെ കൃത്യമായി അതാത് മേഖലകളുടെ ചുമതല ഏൽപ്പിച്ചതും
അവരുടെ ഉത്തരവാദിത്വം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പലരും പറയുന്നത് ഒരു തൂക്കുസഭ വരാനാണ് സാധ്യത എന്നാണ്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി ജെ പി തന്നെ ആയിരിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നത്. മാത്രമല്ല ചില സ്വതന്ത്രന്മാരും ജയിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ചില വാർഡുകളിൽ നല്ല വ്യക്തിപരമായ സ്വാധീനമുള്ള ചില സ്വതന്ത്രന്മാരും പാർട്ടി വിമതന്മാരും ഒക്കെ തന്നെ മത്സരിക്കുന്ന സന്ദർഭം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും ജയിച്ചു വരികയാണെങ്കിൽ അവർ ബി ജെ പിക്ക് ഒപ്പമേ നിൽക്കൂ എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവരിൽ പലരും നേരത്തെ ഇടതുപക്ഷ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടായിരുന്നവരോ ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. അവർ ജയിച്ചു വന്നാലും അതും ആത്യന്തികമായി ഗുണം ചെയ്യുക ബി ജെ പിക്ക് തന്നെയായിരിക്കും. മാത്രമല്ല തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തനായ സി പി എം നേതാവായിരുന്ന എം പി എം എൽ എ ആയിരുന്ന കെ അനിരുദ്ധൻ്റെ മകൻ കസ്തൂരിയെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതൊക്കെ തന്നെ ബി ജെ പിയുടെ വളരെ തന്ത്രപൂർവ്വമായ ഒരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായ ബന്ധുബലവും ശക്തിയും ആൾബലവും ഒക്കെ ഉള്ള കസ്തൂരിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയുടെ വളരെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങളുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി ബി ജെ പി പിടിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ സംശയലേശമന്യേ പറയാനുള്ളൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തന്നെയാണ് ഇവിടെ നേരിട്ട് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. കോൺഗ്രസ് പതിവ് പോലെ അവർ പിന്നിൽ നിൽക്കുക 3ാം സ്ഥാനത്ത് നിൽക്കാൻ തന്നെയായിരിക്കും അവർക്ക് വിധി. കാരണം കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും അവർക്ക് കൃത്യമായൊരു പ്രവർത്തന രീതിയില്ല. ഇന്നലെ തിരഞ്ഞെടുപ്പ് നടന്ന ഒരുപക്ഷെ തിരുവനന്തപുരം കൊല്ലവും ഒക്കെ പോലെയുള്ള ജില്ലകളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് തന്നെ. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ മാത്രമായിരിക്കും അവർക്ക് എന്തെങ്കിലും കുറച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുക. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിൻ്റെ നാന്ദിയായി കണക്കാക്കാം എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്രയും ശക്തവും ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ നടത്തിയത്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, മികച്ച പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതും അതുപോലെ കരുക്കൾ നീക്കിയതും ഒക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം 1/2 പേജാണ് പരസ്യം ബി ജെ പി നൽകിയത്. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തന്നെ 1-ാം പേജിൽ 1/2 പേജ് പരസ്യം വരെ കൊടുത്ത് അത്രയും പണവും മറ്റ് സ്വാധീനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിലൂടെ ആയിരിക്കും യാഥാർത്ഥ്യമാകുക എന്നാണ് നമുക്ക് ഈ നിലവിലെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.